Hello, this is Remya. Welcome back to my kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വടക്കറിയാണ്. നമുക്ക് വടക്കറി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം എന്നല്ല. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ആവശ്യത്തിന് ഒഴിക്കുകയാണ്. റെഡ് ചില്ലി, ബേ ലീഫ്, 3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്കായ പൊളിച്ചിട്ടാണ്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ പെരുംജീരകം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. മുറിച്ചു വെച്ച ഒരു വലിയ ഉള്ളി, പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ഞാൻ ഇത് കീറാണ്ടേ ഇടണം കേട്ടോ. കറിവേപ്പില, ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാനോ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള. ഇനി ഉള്ളി ഒന്ന് നല്ലോണം വഴറ്റി വരട്ടെ. വടക്കറിക്കുള്ള വട ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വട കഷ്ണം മുറിച്ചിട്ട് ഇടണം. നമ്മുടെ വടയെല്ലാം ഞാൻ കഷ്ണം മുറിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഉള്ളി നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മസാലകൾ ഇടാൻ പോവുകയാണ്. ഞാൻ തീ ഒന്ന് ഇത്തിരി കുറച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഇല്ല, ഒരു പിഞ്ച് കായത്തിൻ്റെ പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ടാൽ മതി. എരിവ് കുറവാ വേണ്ടവർ വെച്ചാൽ ഇതിനേക്കാളും കുറയ്ക്കാം. ഇനി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയിട്ടും ഇടാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തോളൂ. വേണമെങ്കിൽ ഒരു ഇത്തിരി ഗരം മസാല പൊടി ഇടാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ. അതൊക്കെ നല്ലോണം പച്ചമുളക് ഒന്ന് പോയതിൻ്റെ ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാൻ മറന്നു. ഞാനിപ്പോൾ ആഡ് ചെയ്യാണ്. അത് എന്തായാലും തക്കാളി നമുക്ക് വെന്താവാനുണ്ടല്ലോ. തക്കാളി ആഡ് ചെയ്തിട്ടില്ലല്ലോ നമ്മൾ, അപ്പോൾ കുഴപ്പമൊന്നും വരില്ല. മസാലയൊക്കെ നല്ല മൂത്ത മണം വരുന്നുണ്ട്. നമുക്കിനി തക്കാളി ആഡ് ചെയ്യാം. ഒരു തക്കാളി മുറിച്ച് വെച്ചതാണത്. നമ്മുടെ തക്കാളിയും ഒനിയനും ഒക്കെ നല്ലോണം റെഡി ആയിട്ടുണ്ട്. നല്ല മാഷായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നതിലേക്ക്.
അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഈ തേങ്ങാപ്പാൽ ഇല്ലാച്ചാൽ കുഴപ്പമൊന്നുമില്ല, അതിന് പകരം തേങ്ങ അരച്ച് ചേർക്കാം. ഇല്ല, തേങ്ങ ഇടാണ്ട് വെക്കുന്നവരും ഉണ്ടത്. ഈ തേങ്ങയുടേത് ഓപ്ഷണലാണ്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, എനിക്ക് കറക്റ്റാണ്. ഇതിൽ നമുക്ക് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ മുറിച്ചു വെച്ച ഈ വടയുടെ കഷ്ണങ്ങൾ ഇതിലിടാം. നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആവാറായിട്ടുണ്ട്. അത് സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് തിളക്കട്ടെ വന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക, ഹെൽത്ത് കോൺഷ്യസ് ആണ്, വട ഫ്രൈ ചെയ്താണ് ഓയിലിൽ എന്നൊക്കെ ആണെങ്കിൽ, അങ്ങനെയൊക്കെ തിങ്കിങ് ഉണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല. നമുക്ക് ഇതേമാതിരി സാധാരണ വടയുടെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ഇഡ്ഡലി തട്ടിലോ മറ്റോ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അതങ്ങനെ അല്ലാച്ചാൽ ബേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നമുക്കത് ഫ്രൈ ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യണമെന്ന് ഇതൊന്നുമില്ല. എനിക്ക് എന്തായാലും ഞാൻ വട ഉണ്ടാക്കിയിരുന്നു. അപ്പം ഞാൻ കുറച്ച് വട അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു. അത് കാരണം ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലിനി കുറച്ച് കൊത്തമല്ലി ആഡ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യണം. നമ്മുടെ വടക്കറി തയ്യാറായി കഴിഞ്ഞു. അത് ഇഡ്ലിയുടെ കൂടെ, ദോശ, ആപ്പം ഇതിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെയും കുഴപ്പമൊന്നുമില്ല. ഞാൻ യൂസ് ചെയ്യാറുണ്ട് ചപ്പാത്തിയുടെ കൂടെയും. Please like, subscribe and share. And don't forget to press the bell icon for more notifications. Thank you. Bye. See you in next video.